എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ പീര തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു മീൻ പീരയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നത്തിൽ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടിയതാണ്. അതാണ് ഈ കളറ്. ചെറുതാണ് കിട്ടിയത് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. 10-20ഓളം ചെറിയുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 പഴുത്ത തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ചെറുനാരങ്ങയുടെ വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു കുതിർത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. പിന്നെ തേങ്ങയാണ്, പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും തക്കാളി ചേർക്കാറില്ല. ഞാനിവിടെ കുറച്ച് തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഒരു നല്ലൊരു ടേസ്റ്റിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് തേങ്ങ ചിരവിയെടുത്തതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തു. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ റെഡിയാക്കി വെക്കട്ടെ. അരയൊന്നും വേണ്ട. അപ്പോഴേക്കും ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അല്പം ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ചതച്ച് ഇട്ടതാണ്. ഒന്ന് വഴറ്റി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിയൊന്നും വേണ്ട. ആ ജ്യൂസ് തന്നെ തക്കാളിയുടെ വെള്ളമൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ തയ്യാറാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. സിമ്മിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ചട്ടിയൊക്കെ പഴുത്ത് കരിയാനൊന്നും പാടില്ല. അതൊന്ന് ഗ്രേവിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നല്ലത്. ഇങ്ങനെ കടിക്കാനൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. കൂടുതൽ അരഞ്ഞിട്ടൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് തേങ്ങയുടെയൊക്കെ പച്ചമണല്ലേ അതും കൂടിയൊക്കെ ഒന്ന് പോട്ടെ. വേണമെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ട് പതുക്കെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരപ്പെടുത്ത് അതിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തത്. അതാണ് ആ കളറ്. പിന്നെ വേണ്ടത് പുളിയാണ്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അത് അരിച്ചെടുത്തതാണ് കലക്കിയിട്ട്. പുളിയൊക്കെ ഓരോരോ ഇഷ്ടം പോലെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. വാളംപുളി അല്ലെങ്കിൽ കുടംപുളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരണേ. ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് അത്യാവശ്യം എരിവിനുള്ളത് ഇതിലേക്ക് ചേർത്തതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. കറിവേപ്പിലയൊക്കെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരൂലേ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടിയൊക്കെ ചേർക്കണേ ഇടയ്ക്കിടയ്ക്ക്. വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വറ്റി പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വീണ്ടും അല്പം ഉപ്പ് കുറഞ്ഞോ അത് ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് തിരുമ്പി വെച്ച മീനാണ് കേട്ടോ. അതാണ് നല്ല വെള്ള കളറില്ലാത്തത്. അതൊന്ന് ചട്ടി വെച്ചൊന്ന് ഇളക്കി ഉടയാതെ മീനൊന്ന് ഇളക്കട്ടെ. ഇത് പെട്ടെന്ന് വെന്തോളും. കുഞ്ഞു മീനും അല്ലേ. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം. കയ്യിലിട്ട് ഇളക്കി ഉടച്ചിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് തിളച്ച് ചട്ടിയുടെ ചൂടിൽ ഒന്ന് തിളച്ചൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും മീനെല്ലാം വെന്തിട്ടുണ്ടാവും. വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ചട്ടിയുടെ ചൂടിലാണ് ഇങ്ങനെ തിളച്ച് കാണുന്നത്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതൊരു നല്ലൊരു ടേസ്റ്റൊക്കെ തരും. ഇനി നമുക്ക്
ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തണിഞ്ഞിട്ട് എടുത്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.